ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനുവും എല്ലാവരും നമ്മുടെ ചിന്നുക്കുട്ടിയെ കാണാനായിട്ട് അവിടെ ചെന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. മനുവിന് ഒരുപാട് സന്തോഷമായി കേട്ടോ. അപ്പോൾ നമ്മുടെ ചിന്നുക്കുട്ടിയാണെങ്കിൽ മനു ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ മനുശങ്കർ അങ്കിളാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലീന മനുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഈ അങ്കിളിനെ അറിയാമല്ലോ എന്ന് കൊച്ചു പറഞ്ഞു. എങ്ങനെ അറിയാമെന്ന്? ഇവിടെ വന്നിട്ടുണ്ടല്ലോ എന്ന് ചിന്നുക്കുട്ടി ഇങ്ങനെ പറയുക കേട്ടോ. അങ്ങനെ ഇവർ കുഞ്ഞുമായിട്ട് സംസാരിച്ചും അതുപോലെ പലഹാരങ്ങളും മിഠായി ഒക്കെ കൊടുത്തും കുഞ്ഞിനെ ഒരുപാട് സ്നേഹിക്കുക. അപ്പോൾ ചിപ്പിമോൾ ഇത് ആർക്കൊക്കെ കൊടുക്കും എന്ന് ചോദിച്ചു. അപ്പം ഓരോരുത്തർക്ക് കൊടുക്കുമെന്നൊക്കെ കൊച്ചിങ്ങനെ പറഞ്ഞു കേട്ടോ. അത്രയും പേർക്ക് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും കൊടുത്തിട്ട് മോള് കൊടുക്കണം കേട്ടോ. നലീന പറയണു. ഇത് ആരാ വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഇത് മനു അങ്കിള് എന്നൊക്കെ പറഞ്ഞു. വാങ്ങിച്ചത് ആരാ? മനു അങ്കിള് എന്നൊക്കെ കൊച്ചു പറഞ്ഞു. അമ്പടി കള്ളി, നീ കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ എന്നൊക്കെ അലീന കുഞ്ഞിനോട് പറയാം. എന്നിട്ട് പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് കേക്കൊക്കെ മുറിച്ച് എല്ലാവരും പരസ്പരം കഴിച്ചു. ചിന്നുകുട്ടിക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പം അലീന ഒരു ചിന്നുമോൾക്ക് വാങ്ങിച്ചത് കേട്ടോ എന്നും പറഞ്ഞങ്ങ് കൊടുത്തു ആ സിസ്റ്റർമ്മയുടെ കയ്യിലേക്ക്. പാകമാവുമെന്ന് അറിയത്തില്ല എന്ന് അലീന പറയുമ്പം അവൾ കുറേ വലുതായി പൊക്കവും വെച്ചു എന്ന് പറഞ്ഞു. അതാ എനിക്ക് സംശയം എന്ന് അലീന പറയുക. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പം നല്ല മാറ്റമില്ലേ അവൾക്ക്? ഉണ്ട്. ചിന്നുമോള് പഴയ ചിന്നുമോളൊന്നുമല്ല, പെട്ടെന്ന് വളർന്നത് പോലെ നിറവും വെച്ചു എന്നൊക്കെ പറയാം. അപ്പം ഞങ്ങൾ അങ്ങനെയാണ് അവളെ നോക്കുന്നത്. ഞങ്ങളുടെ പൊന്നു കുട്ടിയല്ലേ അവള്. ഇവളെ അഡോപ്റ്റ് ചെയ്യാൻ ആശിച്ച കുറേ പേര് വന്നു, ഞങ്ങൾ കൊടുത്തില്ല എന്നാ സിസ്റ്റർ പറയുമ്പം, സിസ്റ്ററെ അഡോപ്റ്റ് ചെയ്യാനാണെങ്കിൽ ഞങ്ങളുണ്ടല്ലോ, ഞങ്ങളുടെ രേവതിക്കുട്ടിക്ക് അവളില്ലാത്തതിൻ്റെ സങ്കടവും തീരും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കും അവളെ, ഞങ്ങളുടെ കണ്ണിനുള്ളിയല്ലേ അല്ലേടി ചിന്നുകുട്ടി എന്നൊക്കെ ഇങ്ങനെ സിസ്റ്റർമാർ പറയുക കേട്ടോ. ആണോടാ എന്നും ചോദിച്ചുകൊണ്ട് ഇവരും ഭയങ്കര ഇത് കൊച്ചിനോട്. അങ്ങനെ അവരാ ഒരു ഇതെല്ലാം കഴിഞ്ഞു നേരെ വീട്ടിലോട്ട് പോരുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി ഇങ്ങനെ മുകളിലോട്ട് നോക്കുക. അവിടെ എന്താണെന്ന് ചോദിച്ചു. അവരൊക്കെ ആരൊക്കെ? അല്ല, മുത്തശ്ശനും അച്ഛനും ഒക്കെ. അതാ ഞാൻ. അപ്പോൾ അത് പറയാനെന്താ നിനക്ക് മടി? അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടിയുടെ മുത്തശ്ശൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നതാ ഇവർ. അപ്പോഴേക്കും മനു അവരെല്ലാവരും ഇറങ്ങി. അപ്പുറം സൈഡിൽ എന്തോ കണ്ടപ്പോൾ അതെന്താ സംഭവം എന്ന് ചോദിച്ചു. അറിയില്ല, കഴിഞ്ഞ തവണ വന്നപ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചതാ, ഇന്നും മറന്നുപോയി എന്നിങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി പറയുക. എന്നിട്ട് ഇവരിങ്ങനെ വന്ന് ഇവിടെ വന്നു കോളിംഗ് ബെൽ അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു പുള്ളിക്കാരി, അന്ന് അവിടെ കണ്ട പുള്ളിക്കാരി വന്ന് ഡോറ് തുറന്നപ്പോൾ ഇവർ കയറി ചെല്ലുക കേട്ടോ. രമേശൻ നായർ ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പം നിങ്ങളല്ലേ കുറച്ച് ദിവസം മുന്നേ വന്നേച്ചു പോയത്? അതെ ഞങ്ങളാണ്. അപ്പം എന്തിനാ ഇങ്ങനെ കൂടെ വരുന്നേ എന്നാ പുള്ളിക്കാരി ഇവരോട് ചോദിച്ചു. ഇവിടെ ഒരാൾ സുഖമില്ലാതെ കിടക്കുകയല്ലേ, അതും ക്യാൻസർ രോഗിയല്ലേ അവർ, കാണാനുള്ളവർക്ക് കാണണ്ടേന്ന് ചോദിച്ചു. ഞാനും ജയപ്രസാദും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ വർഷം 17 കഴിഞ്ഞുവെന്നും ഇത്രയും കാലം നിങ്ങളെ ആരെയും ഞാൻ കണ്ടിട്ടില്ലല്ലോ പെണ്ണിങ്ങനെ പറയുമ്പോൾ ഇവരിങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. നിങ്ങളാരും ഇന്നുവരെ ഇങ്ങോട്ട് വന്നിട്ടുമില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ ഇറങ്ങി വരുക. അപ്പോൾ ഇപ്പം എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടിക്കടിക്ക് വരുന്നതെന്ന്? ഇത്രയും കാലം ഇവിടെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ, അതുകൊണ്ടാണ് വരാതിരുന്നത് എന്നും ഇപ്പോൾ വന്നതും അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതിനെ തക്ക ബന്ധം എന്താണെന്ന്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ എന്ന് പറഞ്ഞ് ഗ്രേസമ്മ ഇങ്ങനെ നിൽക്കും. അപ്പോഴത്തേക്കും മുത്തച്ഛൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ഇവർ കണ്ടു. അപ്പോൾ ഈ പുള്ളിക്കാരി നോക്കുമ്പോൾ അദ്ദേഹം ഇറങ്ങി വരുമല്ലേ. അപ്പോൾ അദ്ദേഹം ഇറങ്ങി വന്നിട്ട് നിനക്ക് എന്തൊക്കെയാണ് അറിയേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തരാം. ഇതേ എൻ്റെ വീടാണെന്നും നീ പോത്തൻകോട്ട് നിന്ന് വന്നപ്പോൾ തലയിൽ വെച്ച് കൊണ്ടുവന്നതല്ലാന്നും അദ്ദേഹം പറയുക കേട്ടോ. അപ്പോൾ എൻ്റെ വീട്, മകൻ ചത്ത് കഴിയുമ്പോൾ ഞാൻ പറയാം ഇത് ആരുടെ വീടാണെന്നും. അപ്പോൾ എന്താ ചേച്ചി പ്രോബ്ലം എന്ന് ചോദിച്ചു. ഒരുത്തൻ അങ്ങോട്ടേക്ക് വന്നു. ഈ വന്നിരിക്കുന്നവരാരാണെന്ന് ഞാൻ ചോദിച്ചു. മൂപ്പിലാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പുള്ളിക്കാരി അങ്ങ് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ചോദിക്കണ്ടേ പിന്നെ? ചോദിക്കുന്നത് കുറ്റമാണെന്ന് വന്നവൻ ചോദിക്കുമ്പം ഞാൻ വിളിച്ചിട്ട് വന്നവരാ, കൂടുതൽ ചോദ്യം ചെയ്യലൊന്നും വേണ്ട, പോലീസ് സ്റ്റേഷൻ അല്ലല്ലോ ഇത്, ആണോ എന്ന് മുത്തച്ഛൻ അന്നേരം ചോദിച്ചു. രേവതിക്കുട്ടി ഇങ്ങനെ മനു അലീന ഇവരെല്ലാം നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നിങ്ങൾ കയറി വരാൻ പറഞ്ഞങ്ങനെ ഇവരെയും കൊണ്ട് അദ്ദേഹത്തേക്ക് പോവുക. അപ്പം കയറി വാ, നമുക്ക് തിരിച്ചു പോകേണ്ടതല്ലേ, ദൂരം എത്രയാണെന്ന് വിചാരിച്ചിട്ടാണെന്ന് ഗ്രേസമ്മ ചോദിക്കാം. എന്നിട്ട് ഇവരെയും കൊണ്ട് ഗ്രേസമ്മ അകത്തേക്ക് കയറി പോണു. അപ്പോൾ അവരെല്ലാവരും കൂടെ കയറി പോയി കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആങ്ങളെയും എന്തൊക്കെയോ സംശയങ്ങളുള്ളതുപോലെ. അത് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടി മുകളിലോട്ട് ചെന്നു. അവർ മുകളിലോട്ട് ചെന്നപ്പോൾ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് അവരോട് ഭയങ്കര കാര്യമായിട്ട് തന്നെ മുത്തശ്ശൻ സംസാരിക്കുക. ആ സമയത്ത് ഇതാരാ പുതിയ 2 പേര് എന്ന് ചോദിച്ചു മനുവിനെയും അലീനയും കണ്ടപ്പോൾ. അപ്പോൾ അലീന തന്നെ പറ, അതാ എളുപ്പം എന്ന് ഗ്രേസമ്മ അന്നേരം പറഞ്ഞു. അപ്പോൾ എൻ്റെ പേര് അലീന എന്നാണെന്നും ഞാൻ സ്നേഹനികേതനത്തിലാണ് വളർന്നതെന്ന കാര്യമൊക്കെ അലീന ഇങ്ങനെ അദ്ദേഹത്തിനോട് പറയുക കേട്ടോ.
അപ്പോൾ എന്നെ വളർത്തിയത് ഹലീന ചേച്ചിയാണെന്ന് രേവതിക്കുട്ടി പറഞ്ഞു. എനിക്ക് വാരിത്തന്നതും പാട്ടുപാടി തന്നതും എന്നെ കെട്ടിപ്പിടിച്ചുറക്കിയതും എല്ലാം എൻ്റെ ഹലീന ചേച്ചിയാണെന്ന് രേവതിക്കുട്ടി അന്നേരം പറയാം കേട്ടോ. അപ്പോൾ കൈ കൂപ്പി ഇങ്ങനെ രേവതിക്കുട്ടിയുടെ മുത്തച്ഛൻ ഇങ്ങനെ അലീനയുടെ മുന്നിൽ നിൽക്കുവാണ് നിറകണ്ണുകളോടെ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അലീനയും മനുവൊക്കെ ഞെട്ടി. അയ്യോ, അതെൻ്റെ കടമയായിരുന്നു, ഞാനത് ചെയ്തുവെന്നേ ഉള്ളൂ എന്ന് അലീന ഇങ്ങനെ അദ്ദേഹത്തിനോട് അന്നേരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മനു ഒന്ന് ചിരിച്ചു. ഈ കുഞ്ഞിനെ ആരൊക്കെ കൈപിടിച്ച് സഹായിച്ചിട്ടുണ്ടോ അവരോടെല്ലാം കടപ്പെട്ടിരിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് ആ മുത്തശ്ശൻ അന്നേരം ഇവരോട്, അതായത് അലീനയോടൊക്കെ ആയിട്ട് പറയുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരിക്കൽ ഉപേക്ഷിച്ച് കളഞ്ഞ കുഞ്ഞാണിതെന്ന കാര്യം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്രേസമ്മയും ഒക്കെ ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇങ്ങനെ രേവതിക്കുട്ടിയെ നോക്കുക. ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. അതായത് നമ്മുടെ മനുവിനെ കാണിച്ച. അപ്പം മനുവിനെ കാണിച്ചപ്പം ഇത് മനുവേട്ടൻ എന്നെ സ്നേഹനികേതനത്തിൽ നിന്ന് പാലായിലെ വീട്ടിൽ കൂട്ടിക്കൊണ്ട് പോയ ആളാണെന്നും മനുവേട്ടൻ്റെ കാറല്ല ഞങ്ങൾ വന്നത് എന്ന് അലീന പറഞ്ഞു. അപ്പം നന്നായിരിക്കട്ടെ കേട്ടോ. പിന്നെ നിങ്ങളിരിക്കെ ആദ്യം ഞാൻ മോളെ കൊണ്ടുപോയി അവരൊന്ന് കാണിക്കട്ടെ കേട്ടോ. അയ്യോ അത് ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഗ്രേസമ്മ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഗ്രേസമ്മയും അവരും അവിടെ ഇരിക്കുന്നു. അവരകത്തേക്ക് കയറിപ്പോയി. അപ്പോഴത്തേക്കും ഗ്രേസമ്മയുടെ ഉള്ളിലൊരു ടെൻഷനുണ്ട് കേട്ടോ. അദ്ദേഹം ഇങ്ങനെ കിടന്നിട്ട് തിരിഞ്ഞ് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും പിടിച്ച് ഏൽപ്പിച്ചിരുത്തി അച്ഛൻ. അപ്പോഴേക്കും രേവതിക്കുട്ടി അടുത്ത് വന്ന് ഇങ്ങനെ ഇരുന്നു. രേവതിക്കുട്ടി അടുത്ത് വന്ന് ഇങ്ങനെ ഇരുന്ന് നോക്ക് എന്നെ പറയണമെന്ന് അറിയത്തില്ല, ഒരു ചെറിയ ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പം അച്ഛനും മോളും ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ മോളെ നിൻ്റെ അച്ഛനല്ലേ, എന്തെങ്കിലും ഒന്ന് പറ എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയുമ്പോൾ അവന് നിൻ്റെ ശബ്ദം കേൾക്കാൻ കൊതിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. അപ്പോൾ അത് കേട്ടപ്പം അലീന നമ്മുടെ രേവതിക്കുട്ടി ഒന്നുകൂടെ ചിരിച്ചു. അദ്ദേഹത്തിന് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അദ്ദേഹം ഭയങ്കര ഇതായിട്ടിരിക്കുക. അപ്പോൾ എന്നോട് ദേഷ്യമുണ്ടല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പം എനിക്ക് ദേഷ്യമൊന്നും ഇല്ല എന്ന് രേവതിക്കുട്ടി അന്നേരം പറഞ്ഞു. അപ്പോൾ ഇപ്പം താമസിക്കുന്ന വീടൊക്കെ നല്ലതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ നല്ല വീടാണെന്ന് പറഞ്ഞു. രേവതിക്കുട്ടി അവിടെ മോൾക്ക് സുഖമാണോ എന്ന് അച്ഛൻ ചോദിക്കുമ്പം അതേന്നും പറഞ്ഞു. രേവതിക്കുട്ടിക്ക് എന്നെ പറയണ്ടേന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു പഠിക്കാനൊക്കെ പോകുന്നുണ്ടെന്ന്. പോകുന്നുണ്ട് എന്ന് രേവതിക്കുട്ടി ഇങ്ങനെ പറയുക. മുത്തശ്ശൻ ഇതൊക്കെ കണ്ടിങ്ങനെ സങ്കടത്തോടെ നിൽക്കുക. അപ്പം നന്നായിട്ട് പഠിക്കണം കേട്ടോ, വലിയ ഉയർച്ചയിൽ എൻ്റെ മോൾ എത്തണം കേട്ടോ, എന്നിട്ട് ചോദിക്കുന്നവരോട് പറയണം അച്ഛൻ ഉപേക്ഷിച്ച് കളഞ്ഞ കുഞ്ഞായിരുന്നുവെന്ന് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കരയിപ്പിക്കുന്ന രീതിയിൽ പറയും. അപ്പോൾ ഞാൻ ഓർഫണേജിലാണ് വളർന്നതെന്നൊക്കെ പറയണം കേട്ടോ എന്ന് പറഞ്ഞു. അതിനകത്തന്നെ ഞാൻ അങ്ങനെ പറയുന്നേ രേവതിക്കുട്ടി അന്നേരം ചോദിച്ചു. അന്നേരം എന്നാലേ മോളുടെ വലുപ്പം എല്ലാവർക്കും മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്തായാലും അച്ഛനുണ്ടല്ലോ എന്ന് രേവതിക്കുട്ടി അന്നേരം പറയാം. ഇപ്പോൾ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഒരുപോലെ അല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുക. എന്തിനു കൊള്ള തന്നെ എന്ന് അദ്ദേഹം ഇങ്ങനെ പറയുമ്പം അതൊന്നും സാരമില്ലെന്നേ, അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ടെന്നേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയാം. അപ്പോൾ നിങ്ങൾ സംസാരിക്കുക, ഞാൻ അപ്പുറത്തേക്ക് ചെല്ലട്ടെ കേട്ടോ എന്നും പറഞ്ഞ് മുത്തച്ഛൻ അങ്ങ് പോണു. ഈ സമയത്ത് ഇവരച്ഛനും മോളും കൂടി ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ എൻ്റെ മോളോട് ഞാൻ ചെയ്തതിൻ്റെ ശിക്ഷ ഇന്ന് ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്നത് എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ മോളോട് പറയണം. അങ്ങനെ മനസ്സുരുകി അച്ഛൻ സംസാരിക്കുക. പക്ഷേ എനിക്ക് എൻ്റെ മോളെ കാണണം, എൻ്റെ മോളുടെ കൂടെ ജീവിക്കണമെന്നുള്ള കൊതിയാണെന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ എന്തിനാ ഇപ്പം പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. കഴിഞ്ഞു പോയില്ലേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും എല്ലാം ശരിയാണെന്ന് തോന്നും, പക്ഷേ കുറേ കാലം കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മൾ ചെയ്തതൊന്നും ശരിയായിരുന്നില്ല എന്ന്. ഞാനിനി കുറച്ച് നാൾ കൂടിയല്ലേ ഉള്ളൂ മോളെ എന്നൊക്കെ ചോദിച്ചു. അദ്ദേഹം കരയുമ്പം ചികിത്സയും മരുന്നൊക്കെ ഇല്ലേ എന്ന് രേവതിക്കുട്ടി ചോദിച്ചു. അപ്പം അതുകൊണ്ടൊന്നും കാര്യമില്ലെന്നേ, ചിലപ്പോൾ ഭയങ്കര വേദന വരും, അപ്പോൾ എന്തോ വേദനയുടെ മരുന്നൊക്കെ എടുത്ത് തരും, അത് കഴിക്കും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അവസ്ഥകളൊക്കെ രേവതിക്കുട്ടിയോട് പറയും. ആ സമയത്ത് ഇവരുടെ അടുത്തേക്ക് നമ്മുടെ മുത്തശ്ശൻ ചെന്ന് കഴിഞ്ഞപ്പം രേവതിക്കുട്ടി അവിടെ അച്ഛനും മോളും കൂടിയേ സംസാരിക്കുക. അപ്പോൾ രേവതിക്കുട്ടിയെ കണ്ടപ്പോൾ അവൻ്റെ ഒരു സന്തോഷം കാണേണ്ടതായിരുന്നു എന്നിങ്ങനെ മുത്തശ്ശൻ പറഞ്ഞു. അപ്പം മകൻ്റെ ഭാര്യയ്ക്ക് അറിയാമോ ഇങ്ങനെ ഒരു മോളുള്ള കാര്യം? ഇല്ല, അറിയിച്ചിട്ടില്ല എന്ന് മുത്തശ്ശൻ അന്നേരം ഇവരോട് പറയുക. ആ ഭാര്യ ഭർത്താവിനെ നല്ലപോലെ നോക്കില്ലേന്ന് ചോദിക്കും. എവിടെന്ന്? അവൻ മരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അവള് എന്ന് മുത്തശ്ശൻ അന്നേരം പറഞ്ഞു. അന്നേരം ഇവരിങ്ങനെ അന്തം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. അതെന്താ അങ്ങനെ എന്നൊരിതിൽ. അപ്പോൾ മരിച്ച അവൾക്കെന്താ ലാഭം? കൊള്ളാം, അവൻ്റെ പേരിലുള്ള സ്വത്ത് മുഴുവനും പിന്നെ അവൾക്കല്ലേ, ഈ വീടും അവൾക്ക് കിട്ടും എന്ന് മുത്തശ്ശൻ പറഞ്ഞു. അപ്പോൾ ഈ വീട് ചേട്ടൻ്റെ പേരിലല്ലേ? അപ്പോൾ എനിക്കും അവകാശം ഉണ്ടെന്നേ ഉള്ളൂ, ഞാൻ ഇനി എത്ര കാലം ഉണ്ട് എന്ന് മുത്തശ്ശൻ ചോദിക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ മനുവിന് ഭയങ്കര ഒരു സങ്കടമേ. അല്ല, ഞാനൊരു ഐഡിയ പറയട്ടെ,
ശരിക്കും ചേട്ടനും മകനും ഗുണം മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ, പറ കേൾക്കട്ടെ എന്നിങ്ങനെ അദ്ദേഹം പറഞ്ഞു. അന്നേരം ഗ്രേസമ്മ രേവതിക്കുട്ടി മകളാണെന്ന് അവരോട് പറയാൻ ഗ്രേസമ്മ പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ ശരിയാണ് അലീന, അപ്പോൾ അത് അവർക്കൊരു ഷോക്കായിരിക്കും, അതങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് മുത്തശ്ശൻ പറഞ്ഞു. അതറിഞ്ഞ ഉടനെ ആ സ്ത്രീ ചേട്ടനെ നല്ലതുപോലെ നോക്കിക്കോളുമെന്നും കാര്യം എന്താണെന്നറിയാമോ, ഭർത്താവ് ജീവിച്ചിരുന്നാൽ മാത്രമേ അവർക്ക് സ്വത്തെല്ലാം അനുഭവിക്കാനൊക്കത്തുള്ളൂ എന്ന കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ ഗ്രേസമ്മ പറഞ്ഞു കൊടുക്കുക. പുള്ളിക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മകൾ വന്ന് എല്ലാം അവകാശപ്പെടുത്തുമല്ലോ എന്നുള്ളൊരു പേടി ഉണ്ടാകും എന്ന കാര്യം ഗ്രേസമ്മ പറഞ്ഞു കൊടുക്കുന്നു ഇവർക്ക്. അപ്പോൾ ആൻറ്റി എന്നും പറഞ്ഞ് മനു വിളിച്ചു. ആൻറ്റിയുടെ ബുദ്ധി കൊള്ളാം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു. അന്നേരത്തെ നമ്മുടെ ഗ്രേസമ്മ ഒന്ന് ചിരിച്ചു. അല്ല, രേവതിക്ക് ഒന്നും വേണമായിട്ടല്ല കേട്ടോ, പിന്നെ അവൾക്ക് വേണ്ടുന്നതല്ല ഞങ്ങൾ കൊടുത്തോളാമെന്ന് ഗ്രേസമ്മ അന്നേരത്തേനും പറഞ്ഞു. പിന്നെ പക്ഷേ ഇതിനൊരു ഫലം കിട്ടും, ആ പെണ്ണ് മകൻ്റെ കൂടെ നിന്ന് ശുശ്രൂഷിച്ചോളൂ എന്ന് ഗ്രേസമ്മ പറഞ്ഞു കൊടുക്കുക. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശനും അങ്ങനെ അത് ശരിയാണ് എന്നിങ്ങനെ തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ നടക്കുമോ എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് നടന്നുകൂടാ, അല്ലെങ്കിൽ പിന്നെ കംപ്ലൈൻറ്റ് കൊടുത്താലോ, മകൻ്റെ ഭാര്യ മകനെ നന്നായി നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം നീതിയൊന്നും കിട്ടില്ല മോനെ, പെണ്ണുങ്ങളുടെ പരാതിക്കാണ് വില എന്ന് മുത്തശ്ശൻ പറഞ്ഞു. ഇവിടുത്തെ ഭക്ഷണമൊക്കെ എങ്ങനെയാണ്, ആ സ്ത്രീ വെച്ച് വിളമ്പി തരുമോ എന്ന് അലീന ചോദിക്കുമ്പം അവൾ തന്നെ ഹോട്ടലിൽ നിന്ന് വരുത്തി കഴിക്കുക, പിന്നെ എങ്ങനെയാണ് മോളെ ഇവിടെ വെച്ച് വിളമ്പുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക, ആരുണ്ടാക്കി തരും ഫുഡ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു കിച്ചണുണ്ട്, ഞാൻ അവിടെ കുറച്ച് കഞ്ഞിയും പയറും പപ്പടവും ചമ്മന്തിപ്പൊടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുകയാണെന്ന കാര്യം മുത്തശ്ശൻ ഇങ്ങനെ ഇവരോട് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര ഒരു സങ്കടം. വല്ലപ്പോഴും ഹോട്ടലിൽ നിന്ന് വരുത്തി കഴിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ മകൻ്റെ ഫുഡിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണെന്ന് മനു ചോദിച്ചു. അപ്പോൾ ഞാനുണ്ടാക്കുന്ന കഞ്ഞിയും പയറും ഒക്കെ മതി, അവന് ഒന്നും കഴിക്കത്തൊന്നും ഇല്ലെന്നേ, കഴിച്ചാൽ അത് ഛർദ്ദിച്ചും കളയും, വയറ്റിൽ ക്യാൻസർ അല്ലേ എന്നിങ്ങനെ അദ്ദേഹം ചോദിക്കുക. അത് കേട്ടപ്പോൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കിയിരുന്നോ രാവിലെ, അപ്പോൾ കഞ്ഞിയും മോരും അച്ചാറും പപ്പടം ഒക്കെ ഇരിപ്പുണ്ട് ഇവിടെ, അത് കഴിക്കത്തില്ല, വേണ്ടെന്നാവും പറയുന്നേ എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടം. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി, അതായത് ഗ്രേസമ്മയൊക്കെ കൂടി അടുക്കളയിലോട്ട് പോകാനായിട്ട് നേരെ രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരെ കണ്ടപ്പോഴത്തേക്കും കൈകൂപ്പിയൊക്കെ കാണിക്കോട്ടെ ആ ചേട്ടൻ. അന്നേരം മോളാണല്ലേ എൻ്റെ മോളെ വളർത്തിയതെന്ന് അലീനയോട് ചോദിച്ചിട്ട് അലീനയുടെ നേരെ ഇങ്ങനെ കൈകൂപ്പി കാണിക്കുക അദ്ദേഹം. ഞാനങ്ങനെ വളർത്തിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അന്ന് ഞാനും ചെറുതായിരുന്നു, ഞാൻ വളർന്ന പോലെ ഇവളും വളർന്നു എന്ന് അലീന പറയുക. അപ്പം ഇത് മനുച്ചേട്ടൻ അലീന ചേച്ചിയുടെ കെയർ ടേക്കർ ആണെന്നൊക്കെ പറഞ്ഞു. അയ്യോടി അങ്ങനെയൊന്നും പറയല്ലേ, എന്നെ പാലായിലേക്ക് കൊണ്ടുപോയി വീട്ടുജോലിക്ക് നിർത്തിയ ആളാണെന്ന് അലീന അന്നേരം പറഞ്ഞു കേട്ടോ. അപ്പം മനു ഇങ്ങനെ അലീനയെ നോക്കുക. അപ്പം എല്ലാം അറിഞ്ഞ് കാണുമല്ലോ അല്ലേ, എൻ്റെ അവസ്ഥയൊക്കെ അറിയാമല്ലോ അല്ലേ, അപ്പം മകളിന്ന് വിളിക്കാനുള്ള അവകാശം പോലും എനിക്കില്ല എന്നൊക്കെ അദ്ദേഹം മനുവിനോട് പറയും. അപ്പോൾ എന്തായാലും ഇപ്പം മോളെ കാണാൻ പറ്റിയില്ലേ, അതൊക്കെ തന്നെ വലിയൊരു ഭാഗ്യമല്ലേ അങ്ങളെ എന്ന് മനു അന്നേരം ഈ ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ആരാണെന്ന് അറിയാത്ത രേവതിക്കുട്ടി മോളാണെന്ന് അറിയാതെ അച്ഛനും പോയിരുന്നെങ്കിലോ, ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ എന്നൊക്കെ ഇങ്ങനെ മനു പറയുമ്പോൾ ഗ്രേസമ്മയുടെ നേരെ കൈ കൂപ്പി കാണിക്കും കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ഗ്രേസമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. എൻ്റെ മോളെ ഏറ്റെടുത്ത് പൊന്നുപോലെ നോക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് അവരെല്ലാവരെയും വിളിച്ചിരുത്തി. എന്നിട്ട് അവരോട് സംസാരിക്കുക. അപ്പോഴത്തേക്കും കഞ്ഞി എടുത്തുകൊണ്ട് വന്നു മുത്തശ്ശൻ. എന്നിട്ട് ആ കഞ്ഞി രേവതിക്കുട്ടിയുടെ അച്ഛന് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ മോളുടെ കൈകൊണ്ട് ഇത്തിരി കഞ്ഞി കോരി കുടിക്കണമെന്നുള്ള അവൻ്റെ ആഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ വേണം എന്ന് നമ്മുടെ മനു പറഞ്ഞു. എന്നിട്ട് പിന്നെ നമ്മുടെ രേവതിക്കുട്ടി അച്ഛന് കഞ്ഞി കോരി കൊടുക്കുന്നു. അദ്ദേഹം അത് കുറേശ്ശെ കഴിക്കുന്നു. ഇവരെല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ അങ്ങനെ മനസ്സ് നിറഞ്ഞ് എല്ലാവരും നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.